നമസ്കാരം, ഞാൻ മൃണാൾ. ഈ കടയിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇന്ന് സർക്കാർ ഓഫീസിനൊക്കെ ലീവ് ആയതുകൊണ്ടേ ബീഫില്ല. ബീഫില്ലടോ, ബീഫില്ലെന്ന്. ആ പാട്ട് ജയചന്ദ്രനും പാടിയിട്ടുണ്ട്, എസ് ജാനകിയും പാടിയിട്ടുണ്ട്. എനിക്ക് എസ് ജാനകി പാടിയതാണ് ഇഷ്ടം. നമ്മളത് തപ്പി കണ്ടുപിടിച്ച് പ്ലേ ചെയ്യുമ്പോൾ ജയചന്ദ്രൻ പാടിയ വേർഷനാണ് കിട്ടിയതെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഇറ്റ്സ് ഓൾ ഫൈൻ, നല്ലതാണ്. നമ്മുടെ പ്രതീക്ഷ എസ് ജാനകിയാണ്. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഞാനിവിടുത്തെ ബീഫ് മാത്രം പ്രതീക്ഷിച്ച് വന്നതാണ്. ആ ബീഫ് ഒഴികെ എല്ലാം ഇവിടെയുണ്ട്. ഇത് മാങ്ങക്കറി ഇവിടെ ഇരിക്കട്ടെ, ഈ പതിമുഖത്തിൻ്റെ വെള്ളമില്ലേ, അതിൽ നിന്ന് തന്നെ ഊഹിക്കാൻ പറ്റും എന്നോട് ഇത് റെക്കമെൻഡ് ചെയ്ത ആൾ ഈ ബീഫിൽ എന്താ ഉദ്ദേശിച്ചത്. പക്ഷെ ഇവിടെ നിന്ന് ബീഫില്ല. ഇവിടെ ഇന്നത്തെ ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഐഡിയയാണ്. നമ്മൾ പ്രതീക്ഷ വെച്ചാണെങ്കിൽ കിട്ടിയത് ജയേന്ദ്രനെ എന്ത് ചെയ്യാൻ പറ്റും. കിട്ടിയത് വെച്ചിട്ട് നമ്മൾ പൊലിപ്പിക്കാം. കാരണം കിട്ടിയത് ഒട്ടും മോശമല്ല, പ്രതീക്ഷയാണ് പ്രശ്നം. ഈ ശനിയാഴ്ച ആയതുകൊണ്ടേ ഒരുപാട് സർക്കാർ ഉദ്യോഗസ്ഥന്മാരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കടകളാവുമ്പോൾ അവർ മെനു ഒന്ന് കുറക്കുമായിരിക്കും, അതുകൊണ്ടായിരിക്കും. പക്ഷെ ഇതിൻ്റെ പ്രശ്നം എന്താണെന്നറിയാം, ജയചന്ദ്രൻ പാടിയ മോഹം കൊണ്ട് ഞാൻ മനോഹരാന്ന് എനിക്കറിയാം. പക്ഷെ അങ്ങേര് മോഹം എന്ന് പറയുന്നിടത്ത് തന്നെ എനിക്കൊരു ബ്രേക്ക് ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെ ഗ്രേറ്റ് സിംഗറാണ്, അങ്ങേരുടെ ഒരുപാട് പാട്ടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇപ്പം ഞാൻ ആലോചിക്കാറുണ്ട്, അത് എസ് ജാനകി പാടിയിരുന്നതായിരുന്നെങ്കിലും. ഇത് ഗംഭീരമാണ്, ഹാപ്പിയാണ്, ഫാബുലസ് ആണ്. പക്ഷേ ഈ അയിലക്ക് പകരം ബീഫായിരുന്നെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഓരോ ബൈറ്റിലും. ഇനി ഇതൊന്നും അല്ലാത്ത എന്തെങ്കിലും ഈ മത്തിന്ന് കിട്ടുമോ? മത്തിയുടെ വാല് ഇട്ടിരിക്കട്ടെ. ചേട്ടാ ഇത്രേ ഉണ്ടാക്കിയുള്ളൂ അല്ലേ? അതെന്താ ശനിയാഴ്ച കുറക്കുന്നേ? ഓ, നിങ്ങൾ കച്ചവടം കുറവായത് കൊണ്ടാണോ സാധനങ്ങൾ കുറച്ചുണ്ടാക്കുന്നത്? അതോ സാധനങ്ങൾ കുറച്ചുണ്ടാക്കുന്നതുകൊണ്ടാണോ നിങ്ങൾക്ക് കച്ചവടം പറയുന്നത്? ഞാൻ ആ ചോദിച്ച ചോദ്യം മൂപ്പരിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടില്ല. കച്ചവടം ഉള്ള സമയത്ത് തുറക്കുക എന്നുള്ളതല്ല നമ്മുടെ പണി, കച്ചവടം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അമ്മയാണ് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അമ്മയ്ക്കൊരു ആക്സിഡൻറ്റ് പറ്റി. അതുകൊണ്ട് നമ്മളൊരു 10 ദിവസം അടച്ചിട്ടു ഹോട്ടലിൽ. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ പിന്നെ പെട്ടെന്ന് കച്ചവടം കുറഞ്ഞത്. എന്നിട്ട് ഇപ്പോൾ നമ്മൾ ഓപ്പൺ ആക്കിയിട്ട് ഒരു 20 ദിവസം ആയിട്ടുണ്ട്. അമ്മയ്ക്ക് ഇപ്പം എങ്ങനെയുണ്ട്? അമ്മയ്ക്ക് റെസ്റ്റാണ്, 1.5 മാസം റെസ്റ്റാണ്. ഒരു സൈക്കിളാറ് മട്ടൻ കയറിയത്, അത് ആളെ ഡിപ്പിക്കാതിരിക്കും അമ്മ വെട്ടിച്ചതാണ്. അപ്പോൾ അമ്മയുടെ 2 കാലം ഫ്രാക്ചറായി. അമ്മ സ്കൂട്ടറിലായിരുന്നു. അമ്മ സ്കൂട്ടറിലാണ്. അപ്പോൾ അയാൾ ഇടിക്കാതിരിക്കാൻ വേണ്ടി അമ്മ ഇടിച്ചപ്പോൾ മുതലും പിടിച്ച് അങ്ങനെ. അതുകൊണ്ട് അമ്മ ഇല്ലാത്തതുകൊണ്ട് ശരിക്കും പറഞ്ഞത് ഇപ്പോൾ നമുക്ക് വേറെ. അതുകൊണ്ടാണ് നിങ്ങൾ കുറച്ചൊന്ന് പുറകോട്ട് പോയത്. പിന്നെ എനിക്ക് ഷോപ്പാണ്, ഞാനിപ്പോൾ അമ്മ ഇല്ലാത്ത നേരം ഉച്ചയ്ക്ക് വന്നതാണ്. ഇത് പാട്ടുകളുടെ ഷോപ്പാണ്. വേറെ എന്തെങ്കിലും ഇവിടെ ഉണ്ടോ? മീൻകറിയും ഇതൊന്നും അല്ലാതെ വേറെ എല്ലാം കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. നിങ്ങൾ ഓംലേറ്റ് വെച്ചോ? ഓംലേറ്റ് ഉണ്ടല്ലോ. ഒരു ഓംലെറ്റ് തരാമോ?
നമ്മൾ ഓരോന്നും ചോദിച്ചാലേ കിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നത് അമ്മയുടെ ആ ഒരു അനുഭവം അതിൽ ഭയങ്കര വിഷമമായിട്ടുണ്ടാവും. ഇതിനേക്കാളും നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നൊരു അമ്മ ഒരപ്പം അത്ര കിടിലായിരിക്കും അല്ലേ. അവരുടെ റെസിപ്പീസ് ഭയങ്കര സംഭവമായിരിക്കും. ഒരിക്കലും ആക്സിഡൻറ്റ് പറ്റിയതിന് ശേഷം കണ്ടുപിടിച്ചൊരു ആളെ വെച്ച് ഫോണിൽ സംസാരിച്ച് അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെന്തെങ്കിലും നാളെ തിരിച്ചു വരുമല്ലോ. അപ്പോൾ താർക്കും ഇവിടെ ഇപ്പോൾ നടത്താൻ ആർക്കും താല്പര്യമില്ല. അവൻ്റെ ചോറ് കഴിഞ്ഞിട്ട് എത്രയോ നേരമായി. ആരും അവനോട് രണ്ടാമത് ചോറ് വേണമെന്ന് ചോദിക്കുന്നില്ല. അമ്മയായിരിക്കും ഈ കഥയുടെ എല്ലാം. ഇപ്പോഴത്തെ ഫണ്ടമെൻ്റൽസ് ഒക്കെ ഇടില്ല, ബേസിക്സ് ഇല്ലേ, വെള്ളമായാലും ബസ്സിലെ പാട്ട് പിള്ളേകളൊക്കെ തൂക്കും. നല്ല ഓംലെറ്റാവും. ഇവിടുത്തെ ഒന്നും മോശമല്ല. ആ മത്തൻ്റെ കറിയും ഗംഭീരം. എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ അമ്മയുടെ കൈ ഒടിഞ്ഞിരുന്നു 2-3 കൊല്ലം മുമ്പേ. എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായിരുന്നു അത്രയും കാലം നമ്മൾ എല്ലാം അതങ്ങനെ നടക്കും, ഇതിങ്ങനെ നടക്കും, അതിനെന്താ ഇങ്ങനെ അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ, ടേക്കൺ ഫോർ ഗ്രാൻഡഡ്. അതൊന്നും അങ്ങനെയല്ല എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായ സമയമായിരുന്നത്. ഇത് ഒരമ്മയാവാം, അച്ഛനാവാം, പെങ്ങളാവാം, ഭർത്താവാം, സഹോദരനോ സഹോദരിയോ ഭാര്യയോ മക്കളോ അച്ഛനോ അമ്മമ്മയോ ജോലിക്കാരോ ഡ്രൈവറോ ആരോ ആവാം. റിലേഷൻഷിപ്പ് അല്ല, ആ റിലേഷൻഷിപ്പിൻ്റെ നമ്മൾ പറയുന്ന പേരല്ല പ്രധാനം. ഈ മത്തൻ്റെ കറിയില്ലേ, അതൊരു ഫോണിൽ പറഞ്ഞു കൊടുത്ത് ഉണ്ടാക്കിയെന്നല്ലേ പറയുന്നത്. ഇതിൽ മിസ്സിംഗ് ആയിട്ടുള്ള സാധനം സ്നേഹം. ഇവരാരും മോശക്കാരല്ല, ഇവരെല്ലാവരും മാക്സിമം പണിയെടുക്കുന്നുണ്ട്. കാരണം ആ മത്തൻ്റെ കറി ആയാലും ഈ ഓംലെറ്റ് ആയാലും എല്ലാം നല്ലതാണ്, സൂപ്പറാണ്. ഈ കഥ അയാളിപ്പോൾ എന്നോട് പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ അവിടെ കുറച്ച് കുറവുണ്ട്, ഇവിടെ കുറച്ച് കൂടുതലുണ്ട്, അതങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ പോയേനെ. മേ ബി ഇങ്ങനത്തെ കടകളിൽ വന്നിട്ട് അങ്ങനത്തെ വീഡിയോ ചെയ്തിട്ട് നമ്മൾ പബ്ലിഷ് ചെയ്യാത്ത ഇഷ്ടംപോലെ സീൻസ് ഉണ്ട്. കാരണം എന്തിനാണ് അങ്ങനത്തെ ഒരു സ്ഥലത്ത് വന്നിട്ട് അങ്ങനെ പറയുന്നതെന്ന് വിചാരിച്ച് നമ്മൾ ഒഴിവാക്കിയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട്. അതിൽ പെട്ടെന്ന് മോഹം കൊണ്ട് ഞാൻ അവിടെയല്ലേ തുടങ്ങിയത്. എനിക്കിപ്പോൾ ഒരു മോഹമുണ്ട്, അമ്മ തിരിച്ചു വരുമല്ലോ, അപ്പോൾ ഇതെല്ലാം ഇവിടെ ഉണ്ടാവുമല്ലോ. എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കറികൾ ഒന്നും എനിക്ക് വേണ്ട, 1-2 കറികളായാലും വിരോധമില്ല. ജസ്റ്റ് ചോറും ബീഫും ആയാലും വിരോധമില്ല. ഇതൊന്ന് വിളിക്കുമോ?